പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, ദുആ ചെയ്യുന്നത്, ഖാല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പ്രാർത്ഥിച്ചു, റബ്ബി ഇശ്റഹ്ലി സദ്രി, റബ്ബി ഇശ്റഹ്ലി സദ്രി, റബ്ബി എൻ്റെ റബ്ബേ, ഇശ്റഹ്ലി നീ എനിക്ക് എന്താ ഇശ്റഹ്ലി, ഷറഹ് എന്ന വിശാലമാക്കലാണ്. ഇശ്റഹ്ലി നീ എനിക്ക് വിശാലമാക്കണമേ സദ്രി എൻ്റെ സദർ. സദർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം കൽബാണ്, ഹൃദയം, നെഞ്ചി ആണ് സദർ. എൻ്റെ നെഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചകം, കൽബാണ് ഉദ്ദേശം. റബ്ബി ഇശ്റഹ്ലി സദ്രി. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റൗഹ്, ആശ്വാസം, അള്ളാഹുവിൽ നിന്നുള്ള നൂർ, ദീപ്തി, പ്രകാശം, ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബിന് നൽകുന്ന വിശാലത, അതാണ് ഷറഹുസ്സദർ. ഷറഹുസ്സദർ അള്ളാഹുവിൽ നിന്നുള്ള നൂറ് കൊണ്ട് എന്ത് ചെയ്യണം? പ്രകാശം കൊണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള റൗഹ്, ആശ്വാസം കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യണം? പിന്നെ അള്ളാഹു നെഞ്ചകങ്ങളെ വിശാലാക്കണം. അങ്ങനെ വിശാലമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ളതായ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ കഴിയുക, ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എന്താ ചെയ്തത്? കുറേ അനുഗ്രഹങ്ങൾ കൊടുത്തതിനെക്കുറിച്ച് പറയുമ്പോൾ അലം നശ്റഹ് ലക സദറക്, അലം നശ്റഹ് ലക സദറക്, താങ്കളുടെ സദറിനെ താങ്കൾക്ക് നാം ഷറഹ് ചെയ്തു തന്നില്ലേ എന്നാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക പരിഗണനയിലൂടെ അള്ളാഹു നൽകി. 2 തവണ ഹൃദയം പുറത്തെടുത്ത് സംസമിനാൽ കഴുകി പിശാചിൻ്റെ ഭാഗം അതിൽ നിന്ന് നീക്കി, ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇൻഷിറാഹു സദർ തീർത്തിട്ടുണ്ട്. അള്ളാഹുവിന് പറഞ്ഞാൽ അത് നമുക്കൊക്കെ ആവശ്യമാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ കൽബ് സദർ ഇടുങ്ങിയത് കൊണ്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പിന്നെ ഗ്രഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വിരോധത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇൻഷിറാഹ് സദർ വേണം. ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഷിറാഹ് സദർ വേണം. ക്ഷമിക്കാൻ, സഹിക്കാൻ ഒക്കെ, പിന്നെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ അതില്ലെങ്കിൽ എന്താണ്, നെഞ്ചൊടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാൽവെപ്പുകളൊക്കെ നല്ല ഭാരിച്ചായിരിക്കും. പറയുമ്പോൾ ഒരു പ്രയാസമില്ലാത്ത സംഗതിയായിരിക്കും. പക്ഷേ നമുക്ക് എന്താണ്, കാലും അമ്മിക്കുട്ടികളെ മാതിരിയായി തോന്നും. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഈ നെഞ്ചകം ഇടുങ്ങുന്നത് കൊണ്ടാണ്. അള്ളാഹുവിൽ നിന്നുള്ള നൂറിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നെഞ്ചകം വിശാലാക്കിയിട്ട് തരണം. അപ്പോഴാണ് നമുക്ക് ഇപ്പം പിന്നെ ഒരു കർമ്മങ്ങൾ ചെയ്യാനും പഠിക്കാനും മനഃപ്പാഠമാക്കാനും ഒക്കത്തിനും ഒരു ആവതും തൗഫീഖും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുടെ യാമം സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നത് എന്താ? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ സമഈ നൂറ വഫീ ബസരീ നൂറ വഫീ ലിസാനി നൂറ അല്ലാഹുമ്മ ജഅൽ അമാമി നൂറ വമിൻ വറാഇ നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ. അള്ളാഹുവിൽ നിന്നുള്ള നൂറിന് വേണ്ടിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേടാണ് ആദ്യം കൽബിൽ നൂറിന് വേണ്ടി. അതേപോലെ തന്നെ പിന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ തേടിയിരുന്ന തേട്ടതാണ് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൽ നിന്നുള്ള നൂറിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള നൂർ അത് നമ്മളുടെ നെഞ്ചകത്തെ വിശാലമാക്കണം, ദീപ്തമാക്കണം എന്നുള്ളതാണ് ഇവിടെ. ഏതായാലും റബ്ബി ഇശ്റഹ്ലി സദ്രി എന്ന ആദ്യം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വൈയക്തികമായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ ഭാഗമാണ്. കാരണം എന്താ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? അതുവരേക്കും കുറച്ച് ടൈറ്റാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ കുറച്ച് ഒരു കഠിന പ്രകൃതമായിരുന്നു.